HPLC ടെസ്റ്റ് വരാൻ പോവാണ്. വാട്ട് ഈസ് മീനിങ് ഓഫ് HPLC ടെസ്റ്റ്? അല്ലേ, ഇത് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ടെസ്റ്റ്. നോക്കണം, ഡ്രഗ് യൂസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഫ്രം 3 months ago. സോറി 6 months ago. 6 മാസം മുമ്പ് വരെയുള്ള ലഹരിയുടെ ഉപയോഗത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ടെസ്റ്റ് നിലവിൽ വരാൻ പോവാണ്. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ടെസ്റ്റ്. അതിപ്പോൾ നാഷണൽ റെഗുലേറ്ററി സൊസൈറ്റിയുടെ ഹൈദരാബാദിലെ നാഷണൽ ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി നടപ്പിലാക്കുന്നത് 10,000 മുകളിൽ ചെലവ് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. ആ ടെസ്റ്റ് നിലവിൽ വരുമ്പോൾ നമ്മുടെ 6 മാസം മുമ്പ് ഇപ്പൊ തിരുവനന്തപുരത്ത് കേട്ടപ്പോൾ തന്നെ അവിടെ ഭീമാപള്ളിയിലെ ആരൊക്കെ നമുക്ക് പറഞ്ഞത് നല്ല കാര്യമാണ്. കാര്യം എന്താ, ഇനി പെൺകുട്ടിയെ കല്യാണം കഴിക്കും ഉപ്പമാരുടെ കൈകൂട്ടം പറയാലോ, HPLC പാസ്സായിട്ട് വരാൻ 6 മാസം മുമ്പ് വരെയുള്ള ഒരു സിഗരറ്റ് വലിച്ചാലോ മദ്യം ഉപയോഗിച്ചാലോ ഈവൻ ഗുളിക കഴിച്ചാൽ പോലും അതിന്റെ കണ്ടന്റ് തിരിച്ചറിയാൻ പറ്റും, ടെസ്റ്റ് തിരിച്ചറിയാൻ പറ്റും, ടെസ്റ്റ് വരാൻ പോവാ അല്ലേ. അപ്പൊ അത് ഈ പറയുന്ന ദേശസാൽകൃതമായിട്ടുള്ള പ്രൈവറ്റ് ഏജൻസികൾ മുഴുവൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ എടുക്കുമ്പോൾ ഈ ടെസ്റ്റ് പാസ്സാകുന്ന നിയമം വരാൻ പോവാണ്. പലരും വിദേശത്ത് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാവും. കാര്യം എന്താ, 6 മാസം മുമ്പ് ഒരു ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ സംവിധാനങ്ങൾ മുഴുവനും മാറിപ്പോയിട്ടുണ്ട്. ആ മാറിയ സംവിധാനത്തിനെതിരെ നമ്മൾ ആറ്റാൻ വേണ്ടത്, ലഹരി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സംവിധാനം, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുക, അവരെ കൂടുതൽ കരുതലാകുക, അവരെ കാണാനും കേൾക്കാനും ശ്രമം നടത്തുക. പെട്ടെന്ന് മക്കളുടെ രീതികളൊക്കെ മാറുന്നത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പഴയതുപോലെ മാതാപിതാക്കളെ പെരുമാറാത്ത മക്കൾ ദേഷ്യപ്പെടുക, ഉറക്കത്തിന്റെ സമയങ്ങളൊക്കെ വ്യതിചലിക്കപ്പെടുക, അസമയങ്ങൾ ഭക്ഷണം കഴിക്കുക, അസമയങ്ങൾ വീട്ടിലേക്ക് കൂട്ടുകാർ വണ്ടിയിൽ വരിക, ആ വണ്ടി വരുമ്പോൾ ഉമ്മയോട് പറയാൻ ഇറങ്ങി ഓടുക, എന്നാൽ കുട്ടി ഓടിപ്പെട്ട് കൂട്ടുകാരുടെ വണ്ടിയിൽ കയറി പോവുക, ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോരാന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഉമ്മ നിരന്തരം വിളിക്കുമ്പോൾ യഥാർത്ഥ സ്ഥലം പറയാതിരിക്കുക, കൂട്ടുകാരെ കുറിച്ച് വെളിപ്പെടുത്താതിരിക്കുക. അപ്പൊ ഉമ്മ പറയുന്നത് എനിക്ക് കൂട്ടുകാരെ മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, ഏതാ കൂട്ടുകാരൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക. ഇങ്ങനെ നിരന്തരമായി കള്ളങ്ങൾ പറയുന്ന ശീലത്തിൽ തുടങ്ങുക. മുഖത്തിനും ശരീരത്തിലൊക്കെ രൂപമാറ്റങ്ങൾ വരെ, ഭക്ഷണത്തെ ശ്രദ്ധക്കെതിരായിരിക്കുക, കുളിക്കില്ല, നനയ്ക്കില്ല, ഉണ്ടില്ല, ഉറങ്ങില്ല. ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മുറിക്കകത്തേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടും. ഉമ്മയ്ക്ക് അകത്ത് കയറി മുറി വൃത്തിയാക്കാൻ പറ്റൂല, അവര് പുസ്തകം നോക്കാൻ പറ്റില്ല, ഡ്രസ്സ് അലക്കാൻ പറ്റൂല. കാര്യം എന്തിനാ അലക്കിയത്, എന്റെ മുറി വൃത്തിയാക്കി മുറി കയറാൻ പറഞ്ഞിട്ട് സാധനം കാണാനില്ല, അവരോട് പറഞ്ഞു പറഞ്ഞത് ഇന്ന മുറി വൃത്തിയാക്കണ്ടാന്ന്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഏതൊരു കുഞ്ഞും അവരുടെ ഉമ്മയും ഉപ്പയുടെ ആവശ്യമുണ്ട്. അവരുടെ തുണി അലക്കി അയച്ചു കൊടുക്കാനും അടുക്കി വെക്കാനും ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നത് ആലോചിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രൈവസിയിലേക്ക് നിങ്ങൾ കടന്നു കയറുന്നതല്ല, നിങ്ങൾ അറിയാത്തത് എന്തോ നിങ്ങൾ അറിയുമെന്ന ആശങ്ക അവരിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏറ്റവും നല്ലത് അവരെ ശാസിക്കുകയോ അവർ ഉപദേശിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ പഴയ കാലത്തിലെ വാർത്താക്കൾ എന്ന് പറഞ്ഞ് നിങ്ങളെ കൊച്ചാക്കുകയല്ല, നമ്മൾ പുതിയ കാലത്ത് ജീവിച്ചിരിക്കുന്ന പഴയ കാലത്തിന്റെ നിയമങ്ങളും നിയമസംഹിതകളും നമ്മുടെ അനുഭവ സമ്പത്തുകളും വിശ്വാസവും നമ്മളെല്ലാം സ്വായത്തമാക്കി ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന നമ്മൾ പഴയ കാലത്തിന്റെ ഒരു അനുഭവ പരിജ്ഞാനവും ഇല്ലാത്ത നമ്മുടെ മക്കളെ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിന്റെ കാലത്തിൽ നിന്നുകൊണ്ട് അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം കുടികൊള്ളുന്നത്. അല്ലെ, മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാതെ മക്കൾക്ക് എപ്പോഴും ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെയ്യുന്നതാണ് അവർ എപ്പോഴും അവരും ചെയ്യുക, പറയുന്നവർ ചെയ്യണമെന്നില്ല. അല്ലെ, പറഞ്ഞു ചെയ്യണമെന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കി, ഞാൻ പറയുന്നത് ചെയ്യാം. എല്ലാവരും താടിയെന്ന് കൈവച്ചു, താടിയെ കൈവച്ചു, താടിയെ ഇതാണ് താടി, ഇതാണ് താടി, ഇതാണ് താടി. എങ്ങനെ കൊണ്ടിട്ടാ ഞാൻ കണ്ടു. എത്ര പേര് ഇവിടെ കൈവച്ചു? സത്യം പറയാം, എത്ര പേര് ഇവിടെ കൈവച്ചു? അപ്പൊ ഞാൻ ചെയ്യുന്ന കണ്ടു, നിങ്ങൾ ചെയ്തു, നിങ്ങൾ ഇത് കൗളം താടിയത് നിങ്ങളോട്ട് കൊണ്ട് കൈകൊണ്ട് വെച്ചു. അപ്പൊ നമ്മുടെ പറച്ചിന് ഒരു പ്രസക്തിയില്ല. നീക്കട, കുടിക്കട, നനക്കട, വൃത്തിയാക്കട, നല്ല മുടി വെട്ടട, ഡ്രസ്സ് വൃത്തിയാക്കട, ഇത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം. എന്റെ ഉപ്പ വണ്ടി മോട്ടോർ ചാട്ടാക്കണമെങ്കിൽ എന്റെ ഉപ്പേ ആ ചാലിടും. എന്റെ ഉപ്പ ഹെൽമെറ്റ് വെക്കുന്ന ചിൻസ്റ്റാടും. ആ ഉപ്പന്റെ മോനെ അല്ല, മോനെ എടുത്ത് ടാങ്കിന് മോളിൽ കൊണ്ട് എടുത്തിട്ട് നമ്മുടെ ഹെൽമെറ്റ് വെക്കാതെ ടാങ്കിന് വെച്ച് പോലീസ് കാണിട്ട് വെക്കാതെ മോൻ അതിന് വലിയ വെപ്പുകാരനോ അല്ലെ? വെക്കണം കാര്യമുണ്ട്, വെക്കൂല, കാണിച്ചു കൊടുക്കണം. സീറ്റ് ബെൽറ്റ് നമ്മള് ഇട്ട് കാണിച്ചു കൊടുക്കണം. ചെറിയ കുട്ടിക്ക് അത്ര സീറ്റിരിക്കണം കുട്ടിക്ക് അത് കണ്ടു പകരം പറയാം. ഇങ്ങനെ ചില ചെയ്തികൾ നമ്മൾ ചെയ്യുന്നില്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെല്ലാം ഉപദേശിക്കുന്ന ആൾക്കാരാണ്. ഉപദേശിക്കാൻ നമ്മളൊന്നും കുറവില്ല, നല്ല ഉപദേശകരാണ്. ഓരോ ഉടമയും ആ ഉടമയെ അടി